ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു നട്ടപ്പാതിര വ്ളോഗായിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനിപ്പോൾ ഗായ്സ് എൻ്റെ ബർത്ത്ഡേ വരാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കുറയ്ക്കാമെന്ന്. ഒരു 7 ദിവസം കൂടി ഉള്ളൂ ബർത്ത്ഡേക്ക് ആയിട്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു റെസൊല്യൂഷൻ എന്നൊക്കെ പറയില്ലേ, എല്ലാ ബർത്ത്ഡേക്കും റെസൊല്യൂഷൻ എടുക്കും. എന്നിട്ട് തലേദിവസം വരെ ഞാനത് പ്രാക്ടിക്കലാക്കാനുള്ളൊരു ധാരണ എടുക്കും. പക്ഷെ ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം പഴയൊരു ഞാൻ തന്നെയായിട്ട് തിരിച്ചു വരും. സോ ഇത് അതുപോലെയല്ല ഗൈസ്, ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാനപ്പോൾ ഏൽക്കാൻ തന്നെയുള്ള തീരുമാനത്തിലാണ്. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ പിടിക്കണമെങ്കിൽ ഗൈസ് കാണുന്നുണ്ടോ, ബാക്ക് ക്യാം ഉപയോഗിച്ച് എനിക്ക് അങ്ങനെ ശീലമില്ല. ഇതിങ്ങനെ വരുമ്പോൾ ചിലവർക്ക് ഈ ഒരു ഫാറ്റ് വരുന്ന മുഖത്തിന് ഭയങ്കര ഭംഗിയായിരിക്കും. അത് നല്ല അവരുള്ള സൗന്ദര്യം കൂട്ടും. പക്ഷെ എൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ, നമുക്ക് ഓരോരുത്തർക്കും ഒരു റെസ്റ്റിംഗ് ഫേസ് ഉണ്ട്. അപ്പം എൻ്റെ റെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഈ വണ്ണം വെച്ചിട്ട് ഞാനിപ്പോൾ ആരെങ്കിലും ഇങ്ങനെ നോക്കി ഒരു എക്സ്പ്രഷൻ ഇല്ലാണ്ടിരുന്നാൽ ആൾക്കാർ വിചാരിക്കും എനിക്ക് അവരോട് ഭയങ്കര ദേഷ്യം എന്തോ ഉണ്ടെന്ന്. ആക്ച്വലി അതല്ല, അത് ഫേസ് ഫാറ്റ് കൂടുമ്പോൾ ഭംഗി കുറയുന്നതാണ്. സോ കുറേ പേര് എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ചിലവരൊക്കെ ഇങ്ങോട്ട് നല്ല കലിപ്പ് ലുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിക്കും ഇവർക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം എന്നങ്ങനെ ഞാൻ ആലോചിക്കും. പക്ഷെ അതല്ല, മുഖത്തിൻ്റെയാണ്. അപ്പം എനിക്ക് മനസ്സിലായി വണ്ണം വെക്കുന്നത് നല്ലതല്ല. ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ വണ്ണം കട്ട് ഓഫ് ചെയ്യുന്നത് നല്ലതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഇന്ന് രാവിലെ ഞാൻ കഴിച്ചത് 3 ദോശയും ടൊമാറ്റോ ചട്നിയാണ്. പിന്നെ ഉച്ചയ്ക്ക് ഞാനൊന്നും കഴിച്ചില്ല. വർക്കൗട്ട് ചെയ്യാനുള്ള മൂഡുണ്ടായില്ല. കാരണം ചെവിയിൽ ബഡ്സ് ഇട്ടിട്ട് ചെറുതായിട്ട് പണി കിട്ടി. ഞാനിട്ട് കുത്തിന്ന് തോന്നുന്നു. അപ്പോൾ നല്ല വേദനയുണ്ട്. അപ്പോൾ ഈ ചെവി ഇപ്പോൾ കേൾക്കില്ല. ആർക്കെങ്കിലും ഇതിന് പറയണമെങ്കിൽ ഈ ചെവി വന്ന് പറയണം. അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 5 മണിയായപ്പോൾ എഴുന്നേറ്റു. എഴുന്നേറ്റതിന് ശേഷം ഞാൻ ചോറും കുറേ മീൻകറിയും കുറേ പടവലങ്ങ തോരനും കഴിച്ചു. ചോറ് കുറച്ചു. എനിക്ക് ചോറിൻ്റെ അളവ്, ഞാൻ ചോറ് കുറേ കഴിക്കും. കറി മീൻകറി ആണെങ്കിൽ പിന്നെ പറയണ്ട. അപ്പം ഞാനത് കുറച്ചു. ചോറ് കുറച്ചിട്ട് കുറേ കറി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വിശപ്പുണ്ട്. അപ്പം ഞാൻ അതിന് ശേഷം ഒരു ആപ്പിൾ കഴിച്ചു. അപ്പം ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞു. ഇതൊക്കെ കഴിച്ചത് 5 മണിക്കായിട്ട്. ഇപ്പം നല്ല വിശപ്പുണ്ട്. ആക്ച്വലി ഒരു ആപ്പ് ഉണ്ട് നമുക്ക് ഫോണിൽ. നമ്മൾ ഇത് ചെയ്യണം. എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ആപ്പാണ്, പ്ലെൻറ്റി എന്ന പേര്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ആപ്പിൽ എന്താണെന്ന് വെച്ചാൽ റേറ്റ് കുറവിന് നമുക്ക് ഫുഡ് കിട്ടും. ഫാറ്റ് നല്ല രീതിയിൽ ഇതിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അതാണ് ഞാൻ ഈ ഒരു ആംഗിൾ പിടിക്കുന്നത്. അപ്പോൾ ആ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വേസ്റ്റ് ആവുന്ന ഫുഡുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഇവർ ലാസ്റ്റ് മൊമെൻറ്റിൽ അവർ ചെറിയ വിലയ്ക്ക് കൊടുക്കും, കടയ്ക്ക് നഷ്ടം ഉണ്ടാവാതിരിക്കാനായിട്ട്. നമ്മളത് കുറഞ്ഞ വിലയ്ക്ക് മേടിക്കും. പക്ഷെ എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇത് ഡെലിവറി ഇല്ലാത്തൊരു ആപ്പാന്നും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഇത് നോക്കി ഇങ്ങനെ കുത്തിക്കളിച്ച് പിന്നീട് മനസ്സിലായത് നമ്മൾ തന്നെ പോയിട്ട് പർച്ചേസ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് റിസർവ് ചെയ്ത് വെക്കാം. അതല്ലാണ്ട് ഒന്നും നടക്കാൻ പോകില്ലാന്ന് മനസ്സിലായി. അപ്പം അതാണ് ഗൈസ്. ഇപ്പം എനിക്ക് നല്ല വിശപ്പുണ്ട്. ഫുഡ് ഉണ്ടാക്കണോ വേണ്ടെന്ന് വെച്ചാൽ എനിക്കൊരു ഐഡിയ ഇല്ല. ഫുഡ് വേണോ വേണ്ടോ എന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. പിന്നെ ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്തത് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഈ പ്രൊഡക്റ്റ് വന്നിട്ട് ഞാൻ ഒരു 3-4 കൊല്ലം മുമ്പ് വീട്ടുകാരുടെ പൈസയ്ക്ക് മേടിച്ചൊരു സാധനമാണ്. ഇതിൻ്റെ ഒപ്പം ഒരു ടെൻറ്റ് ഫ്രീ കിട്ടും. ഞാൻ അതിൻ്റെ ഒരു ഇമേജ് ആഡ് ചെയ്യാം. ഇതിൽ വന്നിട്ട് ഇതിൻ്റെ പ്ലഗ് ഇവിടെ ഉണ്ട്. പ്ലഗ് നമ്മൾ അതിൻ്റെ കണക്ട് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ പ്ലഗ്. അത്യാവശ്യം നീട്ടുള്ള സംഭവം കേട്ടോ അത്. അപ്പോൾ ഈ സാധനത്തിൽ നമ്മൾ ആക്ച്വലി ഇതിൽ സ്റ്റീം വരും. ഇതിൽ സ്റ്റീം ഉണ്ട്. ഇതിന്നൊരു ട്യൂബ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ആ ടെൻറ്റിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു സോന എഫക്റ്റ് കിട്ടും. നമ്മൾ ചൂടാകുമ്പോൾ സ്റ്റീം ബോഡി ബാത്ത് നമുക്ക് കിട്ടും. ഇതിങ്ങനെ ഒരു കൈ കൊണ്ട് തുറക്കാമെന്ന് എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്യാം.
ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളം നമ്മൾ നിറയ്ക്കും. ഇതിൻ്റെ അകത്ത് വെള്ളമാണ്. ഞാനത് ഉച്ചയ്ക്ക് ഉപയോഗിച്ചുള്ളൂ. അതായത് എനിക്കിപ്പോൾ ഈ ഈ ക്ലൈമറ്റ് ഇങ്ങനെയായത് കാരണം എനിക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കത് ഇഷ്ടമല്ല. എനിക്കൊന്ന് എക്സസൈസ് ചെയ്യാനായിട്ട് എനിക്കൊരു വാമപ്പ് വരുന്നില്ല. ഇങ്ങനെ ഇപ്പം വേർക്കുന്നുണ്ട്. പക്ഷെ രാവിലെയൊക്കെ ഭയങ്കര തണുപ്പായപ്പോൾ ഇപ്പം ഞാൻ ഫാൻ കുറച്ചിട്ടിരുന്നു. തണുപ്പാകുമ്പോൾ എനിക്കതങ്ങനെ വർക്കൗട്ട് ചെയ്യാനുള്ളൊരു മൈൻഡൊന്നും വരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ പെട്ടുപോയി. അപ്പം അത് ഒന്ന് ട്രിഗർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല എഫക്റ്റീവാണ്. വേണ്ടവർക്ക് ഞാൻ ലിങ്ക് തരാം. സോന ബോഡി സ്റ്റീം. നമ്മുടെ അതായത് കുളിക്കുന്നതിന് മുമ്പൊക്കെ നമ്മളിത് സ്റ്റീം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡേർട്ട് പാർട്ടിക്കിൾസ് ഒക്കെ ബോഡിയിലത്തെ പെട്ടെന്ന് ഇങ്ങനെ പുറത്ത് വന്നിട്ട് നമുക്ക് കുളിക്കുമ്പോൾ അത് മറ്റേ സ്ക്രബ് ഉപയോഗിച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം നല്ലൊരു ഐറ്റമാണ്. പക്ഷെ ഇത് തന്നെ കുളിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കരുത്. കാരണം സ്വെറ്റ് പോലെ തന്നെയാണ് ഇത്. നമ്മൾ ബോഡി വേർക്കും. ഇതിലത്തെ വെള്ളവും വരുന്നുണ്ട്. പക്ഷെ നമ്മളും സ്വെറ്റ് ആവും ഇതിൻ്റെ ഒപ്പം. വളരെ നല്ല പ്രൊഡക്റ്റാണ്. എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇന്നോട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തു. ഒരു 7 ദിവസത്തേക്ക് ഞാൻ മണ്ടായിട്ടായിരിക്കും. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ ചെറിയൊരു വീഡിയോ ഇന്ന് പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്തില്ല. അപ്പം അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ എനിക്ക് നല്ലപോലെ ഉണ്ട്. കാരണം ഇന്നൊരു ബാഡ് ഡേ ആയിരുന്നു. ഈ ചെവി ഇങ്ങനെ വേദനയുള്ള കാരണം എനിക്കൊന്നും ചെയ്യാൻ തോന്നിയില്ല. അപ്പം ഞാൻ ഫുൾ ടൈം ഉറങ്ങിയൊരു ഡേ ആണ്. നാളെ തൊട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. സ്പിയർമെൻറ്റിൽ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. ഇപ്പം നല്ല വിശക്കുണ്ട്. പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ഞാൻ കുറേ ഇങ്ങനെ റീൽസ് കണ്ടു. ഫുഡ്, ബിരിയാണി, ഐസ്ക്രീം, പിസ്താഷ്യോ, സൈൻ ലബാൻ എല്ലാം ഫുൾ നേരം റീലാണ് ചെയ്യുന്നത്. സൈൻ ലബാൻ്റെ വരുന്നവർ ട്രൈ ചെയ്തത് 700 രൂപയുടെ വേർത്താണോ അല്ലയോ എന്നുള്ളതൊക്കെയാണ് വരുന്നത്. പക്ഷെ കണ്ടിട്ട് കിളി പോയി. പക്ഷെ കൺട്രോൾ ചെയ്യാണ് നമ്മൾ. ആർത്തി മൂത്ത് ഭ്രാന്താണ് എൻ്റെ ഒരു കണ്ടീഷൻ. അപ്പോൾ അത് ഞാൻ പരമാവധി ഞാനത് കുറയ്ക്കാൻ നോക്കും. പിന്നെ കുറച്ച് ദിവസത്തേക്കല്ലേ, നാളെ തന്നെ ഹോട്ടലിൽ പൂട്ടിപ്പോവില്ലല്ലോ. അപ്പോൾ അത് വെച്ച് ഞാൻ കൺട്രോൾ ചെയ്യാണ്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ പ്രിപ്പയർ ചെയ്യാണ്. കുറേ പേര് പറഞ്ഞു മുട്ട കുറേ കഴിച്ചാൽ നല്ല ക്രേവിങ്സ് അടങ്ങും എന്നൊക്കെ കേട്ടു. പക്ഷേ എനിക്ക് അങ്ങനെ മുട്ട കഴിച്ചിടാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഇച്ചിരി കനത്തിൽ തന്നെ എന്തെങ്കിലും കഴിക്കണം. മുട്ട എനിക്ക് പ്രിഫറബിളി രണ്ടൊക്കെ ഓക്കെ. വല്ലാണ്ട് അധികമായി എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ നല്ല ഉപകാരമുള്ള വല്ല കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വേറെ ഒന്നുമില്ല ഗൈസ്. ടാറ്റാ.